പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലിലും വിധിയുണ്ടാകും. ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2017 ഡിസംബറിലാണ് പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിന്മേലാണ് ഇന്ന് ഹൈക്കോടതി വിധി പ്രസ്താവിക്കുക. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിലും വിധിയുണ്ടാകും. നിയമപ്രകാരം കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചാലും ഹൈക്കോടതി ഇത് ശരിവെക്കേണ്ടതുണ്ട്. അതിനായുള്ള സർക്കാരിന്റെ അപേക്ഷയിന്മേൽ ഹൈക്കോടതി വിശദമായി വാദം കേട്ട ശേഷമാണ് വിധി പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദം. തനിക്ക് ജിഷയെ അറിയില്ലെന്നും കെട്ടിച്ചമച്ച കേസാണെന്നും പ്രതി വാദമുന്നയിച്ചിരുന്നു. 2016 ഏപ്രിൽ 28 ജിഷയെ പെരുമ്പാവൂരിലെ വീട്ടിൽ വെച്ച് അമീറുൽ ഇസ്ലാം അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിന്മേലും കുറ്റവിമുക്തനാക്കണമെന്ന പ്രതിയുടെ അപ്പീലിലും വിധി പറയുക. ജനം, കൊച്ചി.